അതേസമയം വർഷം 3 ദുരന്തത്തിന്റെ ആഘാതം മാറാത്തവരാണ് കുട്ടിക്കൽ ഉരുൾപൊട്ടലിന്റെ ഇരകൾ. വീട് ഉൾപ്പെടെ പുനരധിവാസ പദ്ധതികൾ നടപ്പായി എങ്കിലും നോവുന്ന ഓർമ്മ ഇവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. 2021 ഒക്ടോബർ 16 സമീപ പഞ്ചായത്തുകളായ കുട്ടിക്കലും കൊക്കയാറും ദുരന്തം ഉണ്ടായത്. പ്രകൃതി മുറിവുണക്കി. പിളർന്ന ഭൂമിയിൽ വീണ്ടും പച്ചപ്പ് തിരിച്ചു വന്നു. ദുരന്തം നടന്നയിടമെന്ന് തോന്നാത്ത രീതിയിൽ. പക്ഷേ മനുഷ്യന്റെ മുറിവ് മാറുന്നില്ല. ഓർമ്മകൾ ഉറക്കം കെടുത്തുന്നു. ഒരാള് വഴി കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി തിരിച്ചങ്ങോട്ട് പോയി. ഇത് ഞാൻ ഈ മണ്ണടി പെട്ടുപോയത്. ഇവിടെ വന്ന് സാധാരണ ഇതിൽ എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ കടയിൽ വന്ന് ഇവിടെ ഒരു ചായക്കടയായിരുന്നു. ഈ ഭാഗത്തൊരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരോടൊപ്പം വർത്താനമെല്ലാം പറഞ്ഞിട്ട് ഞാൻ വന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ വഴി കുടുങ്ങിപ്പോയതുകൊണ്ട് വഴിക്ക് മണ്ണിടിഞ്ഞ് വീണു. അതുകൊണ്ട് വഴി വരാൻ താമസിച്ചു. പിന്നെ ഞാൻ ആ കയറി പോകുന്ന വഴിക്കൊരു 200-250 മീറ്ററോളം മണ്ണ് മൊത്തം ഇടിഞ്ഞു വീണു. ഒരു വളവ് മുതൽ മുകളിലത്തെ റോഡിൽ ഉൾപ്പെടെ താഴെട്ട് മണ്ണിടിഞ്ഞ് വീണു. അവിടെ എല്ലാം ഒരു 17-18 ദിവസം കൊണ്ടാണ് നടക്കാൻ പോലും ആയത്. അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നെങ്കിൽ ഒരാൾ കൂട്ടാൻ തിരിച്ചു പോയില്ലായിരുന്നു, ഞാനും ഇതിനകത്ത് വിട്ടുപോയി. ഒരു 12 മണിയോട് കൂടിയാണ് വലിയ ഉരുള് ഒന്ന് കടന്നു പോകുന്നത്. ഉരുള് കടന്നു അവിടെ ലൈഫ് മിഷൻ്റെ വീടുണ്ടായിരുന്നു. താഴെ ഇവിടെ ആയിട്ട് ചായക്കട ഉണ്ടായിരുന്നു. ആ വീട് എടുത്ത് ചായക്കട എടുത്ത് ഈ വീടിൻ്റെ ചായക്കടയ്ക്കകത്ത് 4 പേരുണ്ടായിരുന്നു. 7 പേരുണ്ടായിരുന്നു. 3 പിള്ളേർ ഓടി രക്ഷപ്പെട്ടു. പിന്നെ ആ ചായക്കട നടത്തുന്ന ചേച്ചിയും ഈ മുകളിലത്തെ വീട്ടിലെ ചേച്ചിയും ചേച്ചിയുടെ മകനെ, പിന്നെ ആ മുകളിലത്തെ വീട്ടിലെ ഒരു ചേച്ചി ചുമ്മാ വർത്താനം പറയുന്നു. ആ 4 പേർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. അവരെ ഈ ചായക്കട കൊണ്ടുപോയി കൊടുത്തിട്ട്. കൂട്ടിക്കൽ പഞ്ചായത്തിലെ പ്ലാപ്പള്ളിയിൽ മാത്രം 4 പേരുടെ ജീവനാണ് ഉരുൾപൊട്ടൽ കവർന്നെടുത്തത്. തൊട്ടടുത്ത മലയായ കാവാലിയിൽ 3 കുരുന്നു പെൺകുട്ടികൾ ഉൾപ്പെടെ 6 പേരടങ്ങുന്ന കുടുംബത്തെ ഒന്നാകെ ഭൂമിയെടുത്തു. ഭാര്യ സരസമ്മയെ നഷ്ടപ്പെട്ട മോഹനേട്ടൻ ഇനി എന്തിന് ജീവിക്കണമെന്ന ചോദ്യമാണ് ഇപ്പോഴും ചോദിക്കുന്നത്. ഈ ഒക്ടോബർ 16 3 വർഷം പൂർത്തിയാവുകയാണ്. അന്നൊന്നും ജീവിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ജീവിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ. ഇത് ഒന്നും ഓർത്ത് സങ്കടപ്പെടാത്തതും കരയാത്ത ഒരു ദിവസം പോലും ഇല്ലെന്ന എൻ്റെ ജീവിതത്തിലുള്ളത്. ഇങ്ങനെ ആയിരിക്കും ദൈവം വിധിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ എന്തിന് അന്ന് ഒഴിവാക്കിയെന്നവരെ ചിന്തിച്ചിരിക്കുന്ന ദിവസങ്ങളുണ്ട്. ദുരന്തത്തിന്റെ ഇരകളെല്ലാം സ്വന്തം ഭൂമിയിൽ നിന്ന് പലായനം ചെയ്തു. ആകെ 22 പേർക്കാണ് 2 പഞ്ചായത്തുകളിലായി ജീവൻ നഷ്ടപ്പെട്ടത്. പ്രകൃതിയുടെ മുറിവ് പുറമെ മാറിയിട്ടുണ്ട്. പച്ചപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സിൽ വേദന മായാതെ തുടരുകയാണ്. പ്ലാപ്പള്ളിയിൽ നിന്നും ജി ശ്രീജിത്ത്, ന്യൂസ് 18.